നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30 ബുധനാഴ്ചയാണ്. നമ്മുടെ വിപണി 3:30 ക്ലോസ് ചെയ്യുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വലിയ വാർത്ത വരുന്നത്. ഇന്ത്യക്ക് 25% തീരുവ ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 150-ലധികം പോയിന്റ്സിന്റെ ഇടിവിലാണ്. അദ്ദേഹം ഇട്ട ആ പോസ്റ്റിന്റെ പ്രസക്തമായ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഇന്ത്യ ഒരു സുഹൃത്ത് എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് വിമർശനത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. റഷ്യയിൽ നിന്ന് മിക്ക സൈനിക ഉപകരണങ്ങളും ഇന്ത്യ വാങ്ങുന്നു. ചൈനയ്ക്കൊപ്പം റഷ്യൻ ഊർജം വാങ്ങുന്നവരിൽ ഒരാളാണ് ഇന്ത്യ. ഓഗസ്റ്റ് 1 മുതലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ 25% തീരുവ ഏർപ്പെടുത്തുക. ഉയർന്ന താരിഫാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ US ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉയർന്ന താരിഫുകൾ തന്നെയാണ് ഒന്നാമത്തെ കാരണമായി പറയുന്നത്. കൂടാതെ റഷ്യൻ ബന്ധങ്ങൾ, US താല്പര്യത്തിനെതിരായ തുടർച്ചയായ ബിസിനസ് രീതികൾ, ഇതൊക്കെയാണ് US ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി 150-ലേറെ പോയിന്റ്സിന്റെ ഇടിവിലാണ്. ഇനി താരിഫ് സമയപരിധി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ പെട്ടെന്നുള്ള വ്യാപാര നയപ്രഖ്യാപനം ആഗോള നിക്ഷേപകരെ ഒന്നടങ്കം ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. US-ലേക്ക് ഗണ്യമായി കയറ്റുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, തുണിത്തരങ്ങൾ, IT സേവനങ്ങൾ, ഓട്ടോ പാർട്സ്, കെമിക്കൽസ് തുടങ്ങിയ മേഖലകൾ കുറഞ്ഞ മത്സരശേഷിയും ഉയർന്ന ചെലവുകളും നേരിടേണ്ടി വരും. കൂടാതെ TCS, ഇൻഫോസിസ്, സൺഫാർമ, ലൂപ്പിൻ, ഡോക്ടർ റെഡ്ഡി, ഭാരത് ഫോർജ് തുടങ്ങിയ ഓഹരികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇപ്പോൾ US-ൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും വലിയ പ്രഹരം നേരിട്ടിരിക്കുന്നതും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആണ്. ഏകദേശം 4% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇൻഫോസിസ് 1% ഇടിവിലും, ICICI ബാങ്ക് 1.3% ഇടിവിലും, HDFC ബാങ്ക് 1.2% ഇടിവിലും, വിപ്രോ 2% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തയായിട്ട് വരുന്നത്. ഇനി മറ്റുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് നാളെ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളെ കുറിച്ചും കൂടാതെ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റോക്കിൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ഈ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നൊരു ബ്രേക്ക്ഔട്ട് തന്ന പോലെ നമുക്ക് തോന്നിച്ചെങ്കിലും പിന്നീട് ആ രാവിലത്തെ നേട്ടം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇല്ലാതെയായി. ഒടുവിൽ ഈ പാറ്റേണിനുള്ളിൽ തന്നെയാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അപ്സൈഡിലെ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് ഡെയിലി ബേസിസിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാൻ കഴിയുക 121 രൂപ 50 പൈസയാണ്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 129 രൂപയുമാണ്. ഡെയിലി ബേസിസിൽ വോളിയം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ 20, 50, 100 ഡേ EMAകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു സ്റ്റോക്ക് ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിലും നല്ലൊരു ബ്രേക്ക്ഔട്ടാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഏർണിങ്സിന് ശേഷമുള്ള നല്ലൊരു ബ്രേക്ക്ഔട്ടാണ്. നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക്ഔട്ട് കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഫർദർ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് 6670-80 ലെവലിലേക്കൊക്കെ തിരികെ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 6410. ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 7200. മറ്റൊരു സ്റ്റോക്ക് ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. സ്റ്റോക്ക് ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിർണായകമായിട്ടുള്ള ഒരു ലെവലിന് മുകളിലായിട്ട്, അതായത് 458 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന് വെക്കാൻ സാധിച്ചിട്ടില്ല. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് സ്റ്റോക്കിന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡെയിലി ബേസിസിൽ 460-നൊക്കെ മുകളിൽ നല്ലൊരു ഡെയിലി ക്ലോസിംഗ് അല്ലെങ്കിൽ വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ലവണ്ണം അപ്പ് സൈഡിലേക്ക് മൂവ് ആവാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലും കൂടാതെ മാർച്ച് മാസത്തിലും കൂടാതെ ജൂലൈയിലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വോളിയം ഒക്കെ കൂടി വരുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് കോറമണ്ടൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഒരു W പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ആയിരിക്കുന്നത്. സ്റ്റോക്കിൽ ഇപ്പോൾ നല്ല വോളിയം കൂടിയുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 2704 സെക്കൻഡ് ടാർഗറ്റ് 2811. ഇനി സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 2405. സ്റ്റോക്കിൽ ഒരു റീട്രേസ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2510-20 ലെവലിലേക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു പോയത്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് വേണം എൻട്രികൾ എടുക്കാൻ. കൃത്യമായിട്ട് നമ്മൾ
നല്ല സ്റ്റോക്കുകളിലാണ് എൻട്രി എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിന് പുറമെ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുള്ള നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും. ഒത്തിരിയേറെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.